ഇതെന്താണ് ഇങ്ങനെ കൂനി പിടിച്ചിരിക്കുന്നേ? അല്ല പെണ്ണേ, കടാലിൽ ഇങ്ങനെ മീനൊഴിഞ്ഞ കാലം എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. വല വീശിയ മത്തിയും ചാളയും മാത്രം കിട്ടുന്നൊരു കാലം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തീരെ മീൻപിടാത്ത കാലം ഇന്നേ വരെ ഉണ്ടായതായി എനിക്ക് ഓർമ്മയില്ല. തൊറയിലെ കുടികളെല്ലാം പട്ടിണിയില്ല. നമ്മൾ കരുതി വെച്ചിരുന്ന അരിയും ധാന്യങ്ങളും ഉണക്കമീനുമെല്ലാം നമ്മൾ വേണ്ടുവോളം ദാനം ചെയ്തില്ലേ. ഇപ്പൊ നമ്മുടെ കുടിയിലും ഒന്നും ഇല്ലാണ്ടായി. നമ്മക്കെങ്ങനെയും വിശപ്പ് സഹിക്കാം. സുന്ദരേശ്വരി മോടെ കാര്യം ഓർക്കുമ്പോഴാ. അവാക്ക് വയസ്സ് 8 കഴിഞ്ഞില്ലേ. തൊട്ടതും പിടിച്ചതും ഒക്കെ വാരി വലിച്ചു തിന്നുന്ന പ്രായം. അവക്കെന്താണ് പശി അടക്കാൻ കൊടുക്കുക? ഒരു എത്തും പിടിയും കിട്ടണില്ല. കൈലാസത്തിലെ സുന്ദരേശൻ സ്വാമിക്കും മീനാക്ഷി അമ്മയ്ക്കും വല്ല ശത്രുതയും തോന്നണുണ്ടോന്നാ എന്റെ മനസ്സിന്റെ അലാഹം. കടാലിലും മീൻപിടാത്തത് തുറവാഴുന്ന നിങ്ങളുടെ ദോഷം കൊണ്ടാണെന്നൊരു വർത്താനം തുറയിലുണ്ട് കേട്ടാ. വർത്താനം വേറെയും ഉണ്ട് പെണ്ണെ. കടാലിന്ന് കിട്ടിയ ഒരു ശങ്കീന്നാണല്ല സുന്ദരേശ്വരി മോള് പിറന്നിരിക്കുന്നത്. മകള് ശാപം പിടിച്ച കുട്ടിയാണെന്നും അവാക്കട ദോഷം കൊണ്ടാണ് തുറ പട്ടിണിയായതെന്നും ഒരു വർത്തമാനം ഞാനും കേട്ടാ. ആ, അങ്ങനെയാണെങ്കില് തുറക്കാരും നമ്മളെയും മോളെയും വെറുത്തു പോകുമല്ല. സുന്ദരേശ്വര സ്വാമി, മീനാക്ഷി ഭഗവതി, ഒരു ചാകര വന്ന് അടിയങ്ങടെ പേരുദോഷം തീർക്കണേ ഭഗവാനെ. അപ്പാ, ഞാൻ കടലില് വള്ളം ഇറക്കാൻ പോവാണ്. എന്റെ പ്രായത്തിലുള്ളൊരു കുട്ടി വള്ളമായി ചെന്നാല് കടലമ്മ കണിയാണ്ടിരിക്കുവാ. പോയി വരട്ടെപ്പാ. എന്റെ മകളെ, എന്ത് പോഷത്തരമാണ് നീ കാട്ടാൻ പോണത്? 1-2 തവണ നീ അപ്പന്റെ കൂടെ കടലിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ച് നിനക്ക് വള്ളമിറക്കാനോ മീൻ പിടിക്കാനോ കഴിയോ മകളെ? കയ്യോ അപ്പാ. പങ്കായ എങ്ങനെ പിടിക്കണമെന്നും എവിടെ കുത്തി തൊഴയണമെന്നും ഒക്കെ അപ്പൻ്റെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. നീ എന്ത് പിരാന്തായി പറയണത്? അരയത്തി പെണ്ണുങ്ങള് കടലിൽ മീൻ പിടിക്കാൻ പോയ ചരിത്രമില്ല. അപ്പന്റെ കൂടെ വള്ളത്തിൽ പോയതുപോലെ ഈ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ. കടലിൽ പോവാൻ വന്നിരിക്കണ്, കേറി പോവണേ. മകളെ, നീ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട. കടലിൽ ചാകര ഉണ്ടാകണേന്ന് മകള് സുന്ദരേശ്വര സ്വാമിയോട് പ്രാർത്ഥിച്ചാ മതി. അപ്പന്റെ പിടിപ്പീടുകൊണ്ട് കടലില് മീനുണ്ടാവണില്ലെന്ന പേരുദോഷം തീർക്കാനാ ഞാൻ പോണത്. നീ പോയാലേ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകൊച്ചിനെ ഒറ്റയ്ക്ക് കടാലിൽ മീൻ പിടിക്കാൻ വിട്ടുവന്ന പേരുദോഷം ഉണ്ടാവില്ലേ അപ്പന്? പിന്നെ ഉണ്ടാകാണ്ട്. പേരുദോഷം തീർക്കാൻ പോയി മറ്റൊരു പേരുദോഷം കൂടി കേൾപ്പിക്കണ്ട കേട്ടാ. കടലിൽ കണ്ടമാനം മീൻ ഉണ്ടാകണേന്ന് നമുക്ക് ഒരുമിച്ച് പോയി സുന്ദരേശ്വര സ്വാമിയോട് പ്രാർത്ഥിക്കാം. മകള് വാ. സുന്ദരേശ്വര സ്വാമി, മീനാക്ഷി അമ്മ, തുറ മുഴുവൻ പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞിരിക്കണത് അവിടുന്ന് കാണണില്ലേ? ഈ തുറയെന്ന് വലവീശാൻ പോണവർക്ക് മാത്രം മീനൊന്നും കിട്ടണില്ല. തുറയിലെ നമ്മുടെ മക്കളെ മാത്രം അവിടുന്ന് ഇങ്ങനെ പരീക്ഷിക്കണത് എന്തിനാണ്? അവിടുത്തെ മനസ്സിന് എന്തെങ്കിലും കാലുഷ്യം ഉണ്ടെങ്കിൽ കിനാവ് കാണിച്ചെങ്കിലും നമ്മളെ ബോധ്യപ്പെടുത്തണം. വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്തു കൊള്ളാമേ ഭഗവാന്. ഒരു ചാകരക്കൊയ്ത്തെങ്കിലും കനിഞ്ഞു തന്ന് തുറക്കാരെ രക്ഷിച്ചു കൊള്ളണേ സുന്ദരേശ്വര സ്വാമി. അവിടുന്ന് മുക്കുവനായും ദേവി മുക്കുവത്തിയായും വന്ന് പലരെയും രക്ഷിച്ച കഥകള് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ തുറയിലും വേഷം മാറി വന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ. അപ്പാ, ശിവപഞ്ചാക്ഷരി മന്ത്രം വളരെ ശക്തിയുള്ളതാണ്. ഇനി മുതൽ അത് ജപിച്ച് പ്രാർത്ഥിക്കാം. ശിവപഞ്ചാക്ഷരി മന്ത്രവാ?
അതെന്താണ് മകളെ? ഓം നമ ശിവായ എന്നാണ്. അത് നിനക്കെങ്ങനെ അറിയാം? തൊരയില് വന്ന ഒരു സ്വാമി പറഞ്ഞതാ. അപ്പനും അമ്മയും പഞ്ചാക്ഷരി ജപിച്ച് പ്രാർത്ഥിക്ക്. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. നമ ശിവായ. ഓം നമ ശിവായ. നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ശിവായ. ഓം നമ ശിവായ. നമ ശിവായ. ഓം നമ ശിവായ. നമ ശിവായ. ഓം നമ ശിവായ. നമ ശിവായ. ഓം നമ ശിവായ. അല്ല മകളെ, ഈ മന്ത്രത്തില് മീനാക്ഷി ദേവി ഇല്ലല്ല. ശിവഭഗവാൻ എന്നത് പകുതി പുരുഷനും പകുതി ദേവിയല്ലേ? ശിവഭഗവാനെ വിളിച്ച പാർവതി ദേവിയുമായി, പാർവതി ദേവിയെ വിളിച്ച ശിവഭഗവാനുമായി. ആ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം ഓം നമ ശിവായ. 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 ശിവായ. സുന്ദരി, മുനിയാണ്ടി ചേട്ടനാ? എന്താ ഏട്ടാ? നിനക്ക് കടലിൽ പോവാൻ പെരിയ പൂതിയാണെന്ന് കേട്ടല്ല. നമുക്ക് ഒരുമിച്ച് കടലിൽ പോവാം. ഞാൻ വല വീശുമ്പോ നീ വള്ളത്തേലിരുന്ന് പാട്ട് പാടിയാ മതി കേട്ടാ. ചെക്കൻ്റെ ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. എനിക്ക് കടലിൽ പോണെന്ന് തോന്നിയാ കൊണ്ടുപോവാൻ എന്റെ അപ്പനുണ്ട്. അപ്പോ മൊറച്ചെറുക്കനായ എന്നെ നിനക്കത്ര പിടുത്തമല്ലേ പെണ്ണെ? പിടുത്തൊക്കെ ഉണ്ട്. പക്ഷെങ്കി മുനിയാണ്ടി ചേട്ടന് തീരെ ഈശ്വരഭക്തിയില്ല. കടപ്പുറത്ത് കാട്ടിക്കൂട്ടണ കുണ്ടാമണ്ടിത്തരങ്ങളൊക്കെ തോറക്കാര് പറഞ്ഞ് കേക്കണുണ്ട്. അതൊക്കെ ഈ പ്രായത്തില് കുട്ടികൾക്ക് കടലമ്മ വിധിച്ചിട്ടുള്ളതാ. തല മുതിർന്ന് മീശയൊക്കെ മുളയ്ക്കുമ്പോ അതൊക്കെ മാറി പോവില്ലേ പെണ്ണെ? ഓ പിന്നെ അങ്ങ് മാറാൻ പോവല്ലേ. കുട്ടിക്കാലത്തെ ശീലങ്ങളാ പിന്നീട് സ്വഭാവം ആവാൻ പോന്നെന്നാ അപ്പം പറഞ്ഞിരിക്കണേ. ദേ പെണ്ണെ, മുറപ്പെണ്ണായ നിന്നെ എനിക്ക് കെട്ടുകല്യാണം കഴിച്ചു തരാമെന്ന് നിന്റെ അപ്പനും അമ്മയും എന്റെ അപ്പനും അമ്മയും തമ്മിൽ വാക്കുറപ്പിച്ചിട്ടുള്ളതാ. അമ്മാമ്മയുടെ കാലം കഴിഞ്ഞ എന്നെ തൊരയിലെ പെരിയോരാക്കാമെന്നും അമ്മാമ്മ സമ്മതിച്ചിട്ടുണ്ട്. അയ്യടാ, പെരിയോരാവാൻ പറ്റിയ ഒരാള് ചേട്ടനെ പെരിയോരാക്കിയാലേ ഈ കടല് വറ്റിയ തന്നെയാ. എന്താണ് മുനിയാണ്ടി മോളുമായിട്ട് ഒരു കശപിശ? വീണ്ടും വഴക്കായോ നിങ്ങൾ തമ്മില്? അമ്മാമ്മേ, ഞാൻ എപ്പോ വന്നാലും കുറുമ്പ് പിടിച്ച വർത്താനേ ഇവള് പറയത്തുള്ളൂ. ഓ, അപ്പ ഈ തൊരയിലെ പെരിയോര് നിക്കണ കണ്ടില്ലേ? ആഹാ, മുനിയാണ്ടി ഇത് എപ്പ വന്ന്? ഇപ്പൊ വന്നേ ഉള്ളു. കടാലിൽ പോയിട്ട് മീനൊന്നും കിട്ടിയ ലക്ഷണമില്ലല്ലോ. ആ, ആര് പറഞ്ഞു മീനൊന്നും കിട്ടിയില്ലാന്ന്? തൊറയിലെ അരയന്മാര് പോയാലേ വെറും മലയായിട്ടേ തിരിച്ചു വരൂ. ഈ പെരിയോര് പോയാലേ മീനും കൊയ്ത് വാരിക്കൊണ്ടേ വരത്തുള്ളു. എന്നിട്ട് മീൻ എവിടെ? ഒരു മാനത്ത് കണ്ണിയെ പോലും കിട്ടാതെ മടങ്ങി വന്ന തുറക്കാർക്ക് അതങ്ങ് വീതിച്ചു കൊടുത്ത്. അത് നന്നായി അപ്പാ. നന്നായെന്നാ. കണ്ണിച്ചോര ഇല്ലാത്തവനെന്നും പറഞ്ഞ് കുടിയിറക്കാൻ നോക്കിയ കൂട്ടരാണേ നന്ദിയില്ലാത്തോരാ. ആ അഭിപ്രായമൊക്കെ മാറി പെണ്ണേ. വള്ളങ്ങളില് അരിയും സാധനവും ഒക്കെ നിറഞ്ഞ കാര്യമേ ഇപ്പോ കടാപ്പുറത്ത് കേൾക്കാനുള്ളു. ദേ, ഈ സുന്ദരേശ്വരി മോളെ ഈ കടാപ്പുറത്തെ വെള്ളി നക്ഷത്രമാണെന്നാണ് പരക്കെയുള്ള അഭിപ്രായം. ഈ പെണ്ണിനെ വെറുതെ പൊന്തിക്കാനും പൊക്കി പറയാനും കുറെ അരയന്മാരുണ്ടല്ലോ. അതാ പെണ്ണ് നിലത്ത് നിൽക്കാത്തത്. ദേ ചെക്കാ, നീ ഇവനോട് വഴക്കിനൊന്നും പോകണ്ട. മുനിയാണ്ടി, നീ ചെല്ല്. ആ, കഞ്ഞി എടുത്തു വെക്കാം, വന്നാട്ട്. വാ മകളെ. പെരിയോരെ, പെരിയോരെ, എന്താണ് അളകപ്പ? അപ്പൊ പെരിയോര് തുറയെ നടക്കുന്നതൊന്നും അറിയുന്നില്ലെന്നാണ്? ഹ, നീ കാര്യം പറയേ. അരേക്കുടിയിലെ കോരപ്പൻ ചത്തുപോയി. വെള്ളം ഇറങ്ങാണ്ടാ ചത്തത്. ഈ തുറയെ നടക്കുന്ന 6ാമത്തെ പട്ടിണി ചാക്കാലയാ. ഇങ്ങനെ പോയാ തുറയിലുള്ളവരൊക്കെ ചത്തു മലക്കാൻ അധികകാലം വേണ്ടല്ല. കണ്ണിച്ചോരയില്ലാത്ത പെരിയോരെന്നാ നാട്ടുകാർ മൊത്തത്തിൽ പറയണത്. കണ്ണിച്ചോരയില്ലാത്തവനാണെന്നാ? ഹ, കോരപ്പം പട്ടിണി കിടക്കാൻ കാരണം പെരിയോരാണാ?
100 ദിവസമെങ്കിലും വയറ് നിറച്ച് ഉണ്ണാനുള്ള അരിയും സാമാനങ്ങളും ഈ കുടിയിലുണ്ടായിരുന്നു. എല്ലാം മുമ്പ് തുറക്കാർക്ക് വിധിച്ചു തന്നില്ലേ? തുറക്കാരെ പട്ടിണിക്കിട്ടിട്ട് തൊണ്ട നിറച്ച് കഴിച്ചില്ലല്ലോ പെരിയരും കുടിക്കാരും. അങ്ങനെയുള്ള ഞാനാണ് കണ്ണിച്ചോരയില്ലാത്തവൻ. ഞങ്ങൾ വന്നതൊരു കാര്യം പറയാനാണ്. ഉള്ളത് കീറുകൃത്യമായിട്ട് കെണിച്ച് പറയണേ ഒരു ജോത്സ്യരെ ഞങ്ങൾ കണ്ടിരുന്നു. ആ, എന്നിട്ട് ജോത്സ്യർ എന്താണ് പറഞ്ഞത്? ഈ തുറക്കാർക്ക് മാത്രം മീൻ കിട്ടാത്തത് പെരിയോര് ശാപം പിടിച്ചവനായത് കൊണ്ടാണെന്ന എല്ലാവരുടെ അഭിപ്രായം. കടലിൽ നിന്ന് കിട്ടിയ പെൺകൊച്ച് തുറമുടിക്കാൻ പറഞ്ഞവളാണെന്നും പറഞ്ഞു. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടാ വന്നിരിക്കുന്നത്. പെരിയോരും കുടുംബവും ഈ തുറ വിട്ട് പോയിരിക്കണം. തുറവിട്ട് പോകാനാ? ജനിച്ചു വീണ തുറയും കുടിയും വിട്ട് നമ്മ എങ്ങോട്ട് പോവാനാ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. പോയേക്കാം. തുറയ്ക്കും തുറക്കാർക്കും വേണ്ടി ജീവിച്ച സുധർമ്മനും അയാളുടെ മകളും തുറയ്ക്ക് തീരാശാപമാണെങ്കിൽ പൊയ്ക്കൊള്ളാം. ആഴക്കടലിലേക്ക് തന്നെ പൊയ്ക്കൊള്ളാം. പെരിയോരെ, കടാപ്പുറത്ത് വള്ളങ്ങളിൽ അരി സാമാനങ്ങളും വന്ന് നിറഞ്ഞിരിക്കണ്. അതാരാ വള്ളങ്ങളിൽ അരിയും സാധനങ്ങളും കൊണ്ടുവന്ന് നിറച്ചത്? അതാരും കണ്ടവരില്ല. കടാപ്പുറത്ത് നല്ല കൂട്ടവും ഉണ്ട്. വള്ളങ്ങളിൽ അരിയും സാധനങ്ങളും എത്തിച്ചത് ആരാണെന്ന് പിടികിട്ടിയ? ഈ ശാപം പിടിച്ച പെരിയോരുടെ ചങ്ക് പൊട്ടി കണ്ണീര് വന്നപ്പോ സുന്ദരേശ്വര സ്വാമി കൊണ്ടുവന്ന് നിറച്ചതാ. ശാപം പിടിച്ചവന് മേലെ കൈലാസസ്വാമിയുടെ അനുഗ്രഹം. തുറയിലെ ഒരരയനും അരയത്തിയും ഇന്നോളം കാണാത്ത കാഴ്ചകള് കടാപ്പുറത്ത് കണ്ടില്ലേ? പോയി എല്ലാം വീതിച്ചെടുത്ത് കുടി കൊണ്ടുപോയി വേവിച്ച് തിന്നോളി. ഞങ്ങ കുടി വിട്ടിറങ്ങിയ. വേണ്ട പെരിയോരെ, അങ്ങ് പരമേശ്വര സ്വാമി പ്രസാദിച്ച പെരിയോരിലും പെരിയോരാ. മാപ്പാക്കണം. പെരിയോരും അമൃതമ്മയും സുന്ദരേശ്വരിയും ഒക്കെ ഈ തുറയുടെ ഐശ്വര്യമാണ്. പെരിയോരും കുടുംബവും ഈ തുറയിൽ എന്നും ഉണ്ടാവണം, എന്നും ഉണ്ടാവണം. നിങ്ങൾ ചെല്ലേ. പെരിയോരമ്മ, പെരിയോരമ്മ, പെരിയോരമ്മ. ആ, അഴകിയ നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് വന്നത്? മീൻ പിടിക്കാൻ പോയൊരു പറഞ്ഞു കേട്ടതാ പുറം കടലിൽ ഒരു സ്രാവ് വന്നിട്ടുണ്ടെന്ന്. ഓ, അതിനാണാ നീ ഇങ്ങനെ പേടിച്ചു കരയണേ? കടലാവുമ്പോ സ്രാവും മുതലേക്കെ ഉണ്ടാവില്ലേ അഴകി പെണ്ണേ? ഇത് ഇച്ചിരി ഇമ്മിണി എന്നുള്ള സ്രാവല്ല പെരിയോരമ്മേ, ഭയങ്കര സ്രാവാണ് കേട്ടാ. അത് വാലിട്ടടിക്കുമ്പോ മാനം മുട്ടണ തെരയാണ് പോലും. കടല് മുടിക്കാൻ വന്ന സ്രാവാണെന്നാ പറയണേ. അപ്പോ അരയന്മാരുടെ കാര്യം കഷ്ടത്തിലാവൂല്ല. കഷ്ടമാണെന്നോ? പരമ കഷ്ടം. 2-3 പേരെ സ്രാവ് വിഴുങ്ങിയെന്നാ കേട്ടത്. കൊറേ പേര് ചാവാതെ ചെത്ത് കരയിൽ വന്നിട്ടുണ്ട് പോലും. എന്റെ സുന്ദരേശ സ്വാമി, എന്താ ഈ കേക്കണത്? കടലമ്മയ്ക്ക് പൊറുക്കാത്തതൊന്നും അരയന്മാര് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ പാവങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കണത്? ആ അഴുകി, പെരിയോരിന്ന് കടലിൽ പോയിട്ടില്ല. നീ അതിയാനെ കടപ്പുറത്തെങ്ങാനും കണ്ടാ? കണ്ട്. പെരിയോര് കരക്കിരുന്ന് പച്ച വിളിച്ച് കരഞ്ഞോണ്ടിരിക്കണ്. പെരിയോര് കരയുന്നെന്നാ? എവിടെ പോയെങ്കിലും തണ്ടും തടിയുള്ള അരയന്മാരെ കൊണ്ടുവന്ന് ആ നശിച്ച സ്രാവിനെ വെട്ടിക്കൊല്ലുകയല്ലേ വേണ്ടത്? അതല്ലേ തൊറയുടെ നാഥനായ പെരിയോരുടെ ചുമതല. അല്ലാണ്ട് കരഞ്ഞോണ്ടിരിക്കാ വേണ്ടത്. കരയുന്നതിന് കാര്യമുണ്ട് പെരിയോരമ്മേ. സ്രാവിനെ കൊല്ലുമെന്നും പറഞ്ഞു ഒരാൾ തിടുക്കപ്പെട്ട് കടലിൽ പോയിരിക്കുക. ആര്? പെരിയോരുടെയും പെരിയോരമ്മയുടെയും മകളായ സുന്ദരേശ്വരി.
എല്ലാവരും വിലക്കി. തടയാൻ ചെന്ന് എന്നെ തള്ളി മാറ്റി. ഒറ്റയ്ക്ക് ഒരു കട്ടമരത്തിൽ കയറി കടലിൽ പോയിരിക്കണ്. ചതിച്ചോ കടലമ്മ? എന്റെ പൊന്നുമോള് കൊലകൊലി സ്രാവിനെ പിടിക്കാൻ ഒറ്റയ്ക്ക് പോയെന്നാ എന്റെ പൊന്നുമുത്തേ. സുന്ദരേശ്വരി മോളെ, അയ്യോ. എന്റെ മകളെ, എന്റെ മൂത്തെ സുന്ദരേശ്വരി, നീ കടുങ്കൈ ചെയ്തല്ല. സുന്ദരേശ്വര സ്വാമി എന്റെ പൊന്നും കുളത്തിന് ഒരു ആപത്തും വരുത്തല്ലേ. ഒന്നും സംഭവിക്കില്ല പെരിയോരെ. സുന്ദരേശ്വരി കുഞ്ഞ് പലതവണ പെരിയോരോടൊപ്പം കടലിൽ പോയിട്ടുള്ളതാണല്ല. പങ്കായം തുഴഞ്ഞ് വള്ളം നയിക്കാൻ കഴിവുള്ളവളുമാണല്ല. അങ്ങനെയുള്ള കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കാൻ പോണില്ല. ഒന്നും സംഭവിക്കാൻ പോണില്ല പെരിയോരെ. കടലമ്മ കാത്തോളും. അവിടെ നിക്ക്. അവിടെ നിക്ക്. അയ്യോ, എന്റെ കടലമ്മേ. സുന്ദരേശ്വരി, അയ്യോ. നിക്ക് ഓടല്ലേ. നമ്മുടെ മോള് പെരിയോരമ്മേ. മോളെ, എവിടെ എവിടെ എന്റെ മോള്? പെരിയോരും അരയന്മാരും ഒക്കെ ഉണ്ടായിട്ട് ആർക്കും അവളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലേ? സ്രാവിന് വിഴുങ്ങാൻ വിട്ടുകൊടുത്തോ അവളെ? എന്തുകൊണ്ട് അവളെ തടഞ്ഞില്ല? പറയും, എന്തുകൊണ്ട് അവളെ തടഞ്ഞില്ല? അമൃതപ്പെണ്ണെ, ഞങ്ങളൊക്കെ തടഞ്ഞതാ. പക്ഷേങ്കി വാക്കും നോക്കും കൊണ്ട് ഞങ്ങളെയൊക്കെ കെട്ടിയിട്ട പോലെ ആക്കിക്കളഞ്ഞു സുന്ദരേശ്വരി മോള്. മോങ്ങണ കണ്ടില്ലേ? തൊറയിലെ നാഥനാണ് പോലും. സ്വന്തം കുഞ്ഞിനെ പോലും രക്ഷിക്കാൻ കഴിയാത്ത നിങ്ങയാണോ പെരിയ നാഥൻ? അമൃതപ്പെണ്ണെ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എന്റെ കുഞ്ഞിനെ സ്രാവ് തിന്നെങ്കിൽ എന്നെ തിന്നോട്ടെ. എന്റെ പ്രാണന് കടലെടുത്തോട്ടെ. മാറ്. അമൃതപ്പെണ്ണെ, പെരിയോരമ്മേ, അവിടെ നിക്ക്. അവിടെ നിക്ക്. അവിടെ നിക്ക്. പെരിയോരമ്മേ. അമൃതപ്പെണ്ണെ, പോകല്ലേ. അവിടെ നിക്ക്. അവിടെ നിക്ക്. പെരിയോരെ, പിടി. ദേ നമ്മളെ സുന്ദരേശ്വരി കടലിൽ പോയി തിരിച്ച് കരയിലെത്തി. എവിടാണ്? ദേ